പ്രധാനമന്ത്രി റോഡ് പദ്ധതിയുടെ ദിശ മാറ്റി നിർമ്മിക്കാൻ ശ്രമം പ്രതിഷേധം പടരുന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടിയോളം രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്ത റോഡ് ദിശ മാറ്റി നിർമ്മാണം നടത്താൻ ശ്രമമെന്ന് ആരോപണം. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ കെട്ടുപ്ലാച്ചിൽ നിന്നും ആരംഭിച്ച് ഇളവറാങ്കുഴി വഴി കിണറ്റുമുക്കിൽ അവസാനിക്കുന്ന 4.5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണമാണ് ദിശ മാറ്റി ഊരാളിയഴികം പ്രദേശത്തുകൂടി കിണറ്റുമുക്കിൽ എത്തിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നത്. ഇതിനായി മുൻ മന്ത്രി കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച നവീകരിച്ച റോഡ് ഒരു വർഷം എത്തും മുമ്പേ വെട്ടിപ്പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാതാക്കിയിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള റോഡ് നിർമ്മാണം എന്ന പേരിലായിരുന്നു ഇത്തരം നടപടിയുണ്ടായത്. ഇതിന് പിന്നിൽ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ താൽപര്യങ്ങളുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് പൊളിച്ച് മെറ്റിലും തള്ളിയിരിക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹനയാത്ര അസാധ്യമായിരിക്കുകയാണ്. സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്തത് കാരണം കുട്ടികളെയും കൊണ്ട് രക്ഷകർത്താക്കൾ ഏറെ ദൂരം നടന്നു പോകേണ്ടി വരുന്നത് ഏറെ ബുദ്ധിമുട്ടാകുന്നു. ഇതുവഴിയുള്ള കുടിവെള്ള പൈപ്പുകളും തകർന്നിട്ടുള്ളതിനാൽ ഇവിടെ കടുത്ത കുടിവെള്ളക്ഷാമവും നേരിടുന്നുണ്ട്. നിരന്തരം വിഷയങ്ങളാണ് ആ ഇളവറാങ്കുഴി ഭാഗത്ത്. അവർക്കെല്ലാം പരാതിയുള്ളൂ. അവർ പരാതിപ്പെട്ട് മടുത്ത് ഇളവറാങ്കുഴി പാങ്ങുപ്പാറത്തടം കെട്ടുപിരാച്ചി എന്ന് തുടങ്ങുന്ന റോഡാണ് ഈ നാശമാക്കി വെച്ചിരിക്കുന്നത് ഈ പണി. എന്നാൽ ഇതിലേ കൂടെ അല്ല ഈ റോഡ് വരേണ്ടത്. അവിടെയും ഒരു വഹമാറ്റലുണ്ടായിട്ടുണ്ട്. ഈ റോഡ് ഈ പദ്ധതിയുടെ പേര് കെട്ടുപിരാച്ചി കിണറ്റുമുക്ക് റോഡെന്നാണ്. അത് വരേണ്ടത് പാങ്ങുപ്പാറത്തടത്തിൽ നിന്ന് ഇടത്തോട്ട് അവിടെ ഒരു പാലം പണിയണം. ആ പാലം ഒഴിവാക്കിയിട്ട് വന്ന് നാട്ടുകാരുടെ അടുക്കളയ്ക്കകത്തൂടെ കയറിപ്പോയ റോഡാണ് ഈ പണിഞ്ഞ് നാശമാക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾക്കെല്ലാം എന്ത് ഭൂമി നഷ്ടമായിട്ടുണ്ടെന്നറിയോ? അതിനുമുമ്പ് കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഒരു സ്കീമിൽ 20 ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞ ഒരു റോഡാണ്, ടാറിട്ട റോഡാണ്. 3 മാസം അത് നിലനിന്നില്ല. അതിനുമുമ്പ് JCB വലിച്ചിളക്കിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഈ 2.5 കോടി രൂപയ്ക്ക് ഈ പണി ചെയ്തു വെച്ചേക്കുന്നത്. സ്കൂൾ വണ്ടികൾ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പം വണ്ടി ഇവിടെ വരെ വരുന്നില്ല. കുട്ടികൾ അങ്ങ് മേരി വരെ കയറി പോയിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. അത് കണക്ക് റോഡിൽ ആൾക്കാർ വീട്ടുമുറ്റത്ത് നിന്നാൽ പോലും മെറ്റിൽ തെറിച്ച് വന്ന് വീഴുക, വീടുകൾക്ക് പരിക്കുണ്ടാവുക, ആൾക്കാർക്ക് പരിക്കുണ്ടാവുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുള്ള റോഡ് ഇതിലേ വരുന്ന റോഡല്ല. അങ്ങ് അവിടെ ഒരു പള്ളിയുണ്ട്, അപ്പുറത്തൂടെ കയറി പോകേണ്ട റോഡാ. അത് ഫണ്ട് കുറവാണെന്നുള്ള വീട് വസ്തുക്കളാണ്. അതിന്റെ എല്ലാം നടുക്കൂടെ കൊണ്ട് വെട്ടി മുറിച്ച് അതുപോലെ ഈ പ്രദേശങ്ങളിലെല്ലാം ക്യാൻസർ രോഗികൾ വയ്യാതെ കിടക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് പോലും ഈ റോഡെ കൂടെ പോകാൻ വയ്യാത്ത രീതിയിലാണ് ഈ റോഡ് ശരിയാക്കി ഇട്ടേക്കുന്നത്. വെള്ളം ഇതെല്ലാം നശിപ്പിച്ച് വെണ്ണൂറും കഞ്ഞിയാക്കി ഇട്ടേക്കുന്നത്. വാർഡ് മെമ്പർ ദിവ്യ. ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ റോഡ് കുത്തിപ്പൊളിക്കരുത്. ഈ റോഡ് തന്നെ മതിയായിരുന്നു. ഇത് അവരെന്തുകൊണ്ടാണ് ഇത് കുത്തിപ്പൊളിച്ചത്? ഞങ്ങൾക്ക് വെള്ളമാണ് മെയിൻ പ്രശ്നം. വെള്ളമില്ല. കുത്തിപ്പൊളിച്ച് ഈ വിധത്തിലാക്കിയത്. വാർഡ് മെമ്പർ പോലും ഇവിടെ വന്ന് വീണു. കേന്ദ്ര ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള നിർദ്ദിഷ്ട റോഡിന്റെ ദിശ മാറ്റി നിർമ്മാണം നടത്തുന്നതിന് ന്യായീകരിക്കാനാവില്ലെന്നും ഇതുമൂലം അധിക ദൂരം വർദ്ധിക്കുമെന്നും ഇതിനു പിന്നിൽ കള്ളക്കളികളാണ് നടക്കുന്നതെന്നും അന്വേഷണം വേണമെന്നും 2.5 വർഷത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടി നടത്തുമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ M ബഷീർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പറയുന്നു. നമ്മുടെ കിണറ്റുമുക്ക് ഊരാടിയഴികം റോഡിന്റെ അവസ്ഥയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ ഈ ചാനലിലൂടെ പ്രതികരിച്ചത്. സത്യത്തിൽ ഈ റോഡ് കഴിഞ്ഞ 2 വർഷത്തിനു മുമ്പ് നമ്മളെ ബഹുമാന്യനായ MLA രാജു സാറിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ മുടക്കി മെയിൻ്റനൻസ് ചെയ്ത ഒരു റോഡാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത്. അടുത്ത റോഡ് അതിപ്പോൾ ഇവർ ചെയ്തേക്കുന്ന പണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞേ പറ്റും. കാരണം ഈ റോഡ് കെട്ടുപിളാച്ചി ഇളവറാങ്കുഴി പാങ്ങുപ്പാറത്തടം കിണറ്റുമുക്ക് ചർച്ച് റോഡ് എന്നാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഉള്ളത്. അധികാരികൾക്ക് അത് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് ഇപ്പോൾ ഈ വന്നേക്കുന്നത്. ഫണ്ട് അതിൻ്റെ ആ ഫണ്ടിൻ്റെ വന്നേക്കുന്നത് കെട്ടുപിളാച്ചി ഇളവറാങ്കുഴി പാങ്ങുപ്പാറത്തടം കിണറ്റുമുക്ക് ചർച്ച് റോഡ്. കിണറ്റുമുക്ക് ചർച്ച് റോഡ് എന്ന് പറയുന്ന ഈ റോഡാണ്. ഈ ഇവിടെ നിന്നാൽ കാണാം, ഈ പാങ്ങുപ്പാറത്തടം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്നാൽ കാണാം. അവിടെ ഒരു ചെറിയൊരു കലങ്ങ് പണിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ വരേണ്ടതാണ്. ഇവിടെ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന നേരെ ചർച്ചിലേക്കാണ്. ഇതാണ് ചർച്ച് റോഡ്. യഥാർത്ഥ റോഡ് പാങ്ങുപ്പാറത്തടം ചർച്ച് റോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റും ബോർഡ് വെച്ചേക്കുന്നതെല്ലാം ഈ റോഡാണ്. ഈ ചർച്ച് റോഡ് ഇവിടുന്ന് കയറി വന്നു അവിടുന്ന് പോയി ഈ ഇത്രയും ദൂരം ഇത്രയെങ്കിലും ജനങ്ങൾക്ക് ഇവിടുന്ന് ഇളവറാങ്കുഴിയും ഈ RPLും വിളക്കുപാറയൊക്കെ പോകാൻ അവിടെ ഉള്ള ആൾക്ക് ഇങ്ങോട്ട് വരാനും സഞ്ചാരയോഗ്യമായ നല്ലൊരു റൂട്ടാണിത്. ഈ ആ പലങ്ങ് തീർത്തെങ്കിലേ വരും. അത് തീർക്കാതെയാണ്
ഈ നിലവിൽ സഞ്ചാരയോഗ്യമായി കിടന്ന റോഡ് പൊളിച്ചും കൊണ്ട് അതിലെ കൊണ്ടുപോയേക്കുന്നത്. അത് മാത്രമല്ല, ഇത് 4.5 കിലോമീറ്ററാണ് അവർ എസ്റ്റിമേറ്റ്, 4.5 കിലോമീറ്ററോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആ റോഡ് ഇതിലെ വരുവാണെങ്കിൽ കറക്റ്റ് കിലോമീറ്ററാണ്. പക്ഷേ അതിലെ പോകുമ്പോൾ കിലോമീറ്റർ അധികരിച്ചു, അതായത് കിലോമീറ്റർ കൂടും മിക്കവാറും. അങ്ങനെ വരുമ്പോൾ മനുഷ്യർ ആശങ്കയിലാണ്. കാരണം അവർ പറഞ്ഞേക്കുന്ന വീതിയില്ല. അവിടെ വന്ന പല സ്ഥലങ്ങളിലും ആൾ താമസം ഇല്ലാത്തടത്ത് വീതി കൂട്ടിക്കൊണ്ട് ആൾ താമസം ഉള്ളിടത്ത്, അതേപോലെ തന്നെ ആ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കയറുന്ന ഈ കിണറ്റുമുക്കിൽ നിന്നും ഈ ഇളവറാങ്കുഴിയിലോട്ട് തിരിഞ്ഞ് കയറുന്ന റോഡിൻ്റെ ആർക്ക് നോക്കിയാലും അറിയാം, അവിടെ ഒരു വണ്ടി വന്നാൽ, ഒരു ചെറിയ വണ്ടി വന്ന് തിരിഞ്ഞു പോകാനും പറ്റത്തില്ല. ഇത് വലിയ ടോറസുകൾ വരേണ്ടുന്ന റോഡുകളാണ്. ഒരു ചെറിയ വണ്ടി വന്നാൽ തിരിഞ്ഞ് കയറി പോകാൻ പറ്റില്ല. രണ്ട് സൈഡിലും വീടുകളും വീട്ടുടമകൾ മതിലും കെട്ടി തിരിച്ചു വെച്ചേക്കുവാണ്. ഒരു കാരണവശാലും അങ്ങോട്ട് വണ്ടി കയറാൻ പറ്റും. പക്ഷേ ഈ ചർച്ച് റോഡ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല വീതിയും നല്ല സഞ്ചാരം നല്ല രീതിയിൽ പോകാവുന്ന ഇഷ്ടംപോലെ വീതിയുള്ള ആർക്ക് വന്നാലും കാണാം. അതിൻ്റെ 10-12 മീറ്റർ വീതിയിൽ കിടക്കുന്ന റോഡ് അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പോയത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഏറായാലും പ്രവർത്തിച്ചവർ ഇത് ജനങ്ങളോട് കാണിച്ച അനീതിയാണ്, ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് സത്യത്തിൽ. കാരണം ഈ റോഡ് വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും പ്രയോജനമാണ്. ഇവിടെ ദേവാലയങ്ങളുണ്ട്. ഈ മാതാ സ്കൂളിൽ പോകാൻ ഈ റോഡ് വന്നിരുന്നെങ്കിൽ എന്ത് എളുപ്പമാണെന്നറിയാം. എത്രയെങ്കിലും കിലോമീറ്ററിൻ്റെ എളുപ്പമുണ്ട്. ഇത് ഒരു റൂട്ട് മൊത്തം ചുറ്റി വന്ന കനാൽ റോഡിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ കുറേ ഭാഗം വരുന്നത്. കനാൽ റോഡിൽ കൂടെയാണ് ഈ റോഡിൻ്റെ കുറേ ഭാഗം ഈ കിണറ്റുമുക്കിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതാണ് യഥാർത്ഥ ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റിൽ വരുന്ന യഥാർത്ഥ ചർച്ച് റോഡ് എന്ന് പറയുന്ന റോഡാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.